പുരുഷവിരോധി, പാവാട സ്നേഹി. കഴിഞ്ഞ ഒറ്റ റീല് കൊണ്ട് എനിക്ക് ചാർത്തി കിട്ടിയ പേരുകളാണിവ. അമ്മ, ഭാര്യ, അനിയത്തി. എന്റെ ജീവിതത്തിലെ 3 പ്രധാനപ്പെട്ട സ്ത്രീകളെ കുറിച്ച് ഞാൻ പങ്കുവച്ച റീലിന് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നത്. ഏറെയും സ്ത്രീകൾ. അവരുടെ ഭാഗം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയെന്നും അവരെ അനുകൂലിച്ച് സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ടെന്നും ഓരോരുത്തരുടെയും ഭാഷയിൽ അവർ പറഞ്ഞു വെച്ചു. പക്ഷേ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് ചില പുരുഷന്മാരുടെ കമന്റുകളാണ്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ലെന്നും ഞാൻ ഉൾപ്പെടുന്ന പലരും സ്ത്രീകളെ മാത്രം അനുകൂലിച്ച് അവരുടെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും സഭ്യമായും അല്ലാതെയും കമന്റുകൾ വന്നു. ശരിക്കും അവർ അങ്ങനെ എഴുതാൻ കാരണം എന്തായിരിക്കും? അത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചത് കൊണ്ടല്ല. സ്ത്രീയാണോ പുരുഷനാണോ എന്നതിലുപരി ചില കാര്യങ്ങൾ പൊതുവായി മനുഷ്യന്മാർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ ജീവിതത്തിലിടുന്ന എഫേർട്ട് പലപ്പോഴും കാണേണ്ടവർ കാണുന്നില്ല എന്നതാണ്. അതിലുള്ള ഫ്രസ്ട്രേഷൻ എനിക്ക് ആ കമന്റുകളിൽ വായിക്കാനായി. അത്തരം കമന്റുകൾ ഇടുന്ന ഓരോ പുരുഷനും അവനെ കാണാതെ പോയ, കേൾക്കാതെ പോയ, അറിയാതെ പോയ സ്ത്രീകളെ കുറിച്ച് പറയാനുണ്ടാകും. വീട്ടിലെ എല്ലാവരും ഉറങ്ങിയിട്ട് മാത്രം ഉറങ്ങാൻ കിടക്കുന്ന അമ്മയെ പോലെ, സ്വന്തം വീടിനെയും ആളുകളെയും വിട്ട് പുതിയൊരു ലോകത്തേക്ക് നടന്നു കയറുന്ന ഭാര്യയെ പോലെ, ജ്യേഷ്ഠന്റെ കൈപിടിച്ച് വളർന്ന ശേഷം മറ്റൊരാളുടെ കൈപിടിച്ച് വീട് വിട്ടിറങ്ങുന്ന സഹോദരിയെ പോലെ, ജീവിതകാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ ത്യജിച്ച് അഹോരാത്രം ഓടുന്ന അച്ഛനും സഹോദരനും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന മനുഷ്യത്വരഹിതമായ സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങുന്ന കണ്ടീഷനിങ് മുതിർന്ന ശേഷം ചെറുതായൊന്നുമല്ല ആണുങ്ങളെ ബാധിക്കുന്നത്. അവനും ഒരു മനുഷ്യനാണെന്ന് പലരും മറക്കുന്നു. വീട്ടുകാരെ നോക്കാനായി ചെറുപ്രായത്തിൽ നാട് വിട്ട് ഒറ്റമുറിയിലും പൊരിവെയിലത്തും പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് പുരുഷന്മാർ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇന്ന് പുരുഷന്മാർക്കൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളും സമൂഹത്തിലുണ്ട് എന്നതാണ് വസ്തുത. അവരെയും കൂടി ഉൾക്കൊള്ളാൻ പുരുഷാധിപത്യ സമൂഹത്തിൽ വളർന്ന ആണുങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഒക്കെയും വിട്ടെറിഞ്ഞു വരുന്ന സ്ത്രീകളുടെ ത്യാഗമോ പുരുഷന്മാരുടെ അവസാനിക്കാത്ത ഉത്തരവാദിത്തങ്ങളോ അല്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ എന്ന ചിന്തയാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ നീറിപ്പുകയുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ തന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെയും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴുണ്ടാകുന്ന വേദന. ആ വേദനയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ല. ബേസിക്കലി നമ്മൾ എല്ലാവരും സ്നേഹിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യരാണ്. നീ ഒറ്റയ്ക്കല്ല എന്ന് ഭാര്യയോട് പറയുന്ന ഭർത്താവ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഭർത്താവിനോട് പറയുന്ന ഭാര്യ, നന്നായി വളർത്തിയതിന് അച്ഛനമ്മമാരോട് നന്ദി പറയുന്ന മക്കൾ. ആ വാക്കുകളുടെ വില വളരെ വലുതാണ്. ഇനി എന്റെ റീലിൽ കമന്റ് ഇട്ട സഹോദരങ്ങളോട്, നിങ്ങളെ അത്തരം കമന്റുകൾ ഇടാൻ പ്രേരിപ്പിച്ച സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ചെയ്തതൊന്നും ആരും അംഗീകരിച്ചില്ലെങ്കിലും അതിന്റെ മൂല്യം ഇല്ലാതാകുന്നില്ല. ആ മൂല്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പ്രാപ്തി ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളെ നെഞ്ചോട് ചേർക്കും. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ വിലയുള്ള മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. സ്നേഹം പരക്കട്ടെ. ഈ യാത്ര തുടരും. വിശേഷങ്ങളും ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ, അനുജ് രാമചന്ദ്രൻ.